ബന്ധനം മുറുകുന്നതായിട്ട് തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഭോഗജീവിതത്തെ ഉപേക്ഷിക്കാം എന്ന് വിചാരിച്ചാൽ നടപ്പില്ല. കാരണം ഭോഗജീവിതത്തെ അല്ലെങ്കിൽ ഭോഗ താല്പര്യത്തെ തീരുമാനിക്കുന്നത് ജന്മാന്തര സമാഹരിത കർമ്മവാസനകളാണ്. അതിൻ്റെ ഇൻഫ്ലുവൻസ് അങ്ങനെ അങ്ങോട്ട് നമുക്ക് അതിക്രമിക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, അതിൻ്റെ സ്വാധീനത്തെ അതിജീവിച്ചവരെ നമ്മൾ സാഖ്യന്മാർ എന്നാ പറയുക. അവർ ജ്ഞാനികളാണ്, അന്ധകരണ ശുദ്ധി നേടിയവരാണ്, ജ്ഞാനഭൂമികയെ ആരോഹണം ചെയ്തവരാണ്. അങ്ങനെയുള്ള സാഖ്യന്മാർക്ക് ജ്ഞാനയോഗ ധ്യാനനിഷ്ഠ ഭഗവാൻ ഉപദേശിച്ചിരിക്കുന്നു. എന്നാൽ അന്ധകരണ ശുദ്ധി നേടിയിട്ടില്ലാത്ത, വേദാന്ത വിജ്ഞാനത്തിൽ നിശ്ചയ ദാർഢ്യം വന്നിട്ടില്ലാത്ത, രാഗദ്വേഷ കലുഷിതമായ അന്ധകരണത്തോടു കൂടിയവരൊക്കെ സാധാരണക്കാരാണ്. അവർക്ക് സാധകരാണ്. അവർക്ക് മോചനത്തിനുള്ള ഉപായം ജന്മജന്മാന്തര വാസനാ സഞ്ചയം കൊണ്ടുണ്ടായ സംസാരത്തെ ജയിക്കാനുള്ള വഴി കർമ്മം ചെയ്യലാവും. കർമ്മണ ബധ്യതേ ജന്തുഹു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ട്, പക്ഷെ അത് കർമ്മത്താൽ ജന്തുക്കൾ ബന്ധിക്കപ്പെടുന്നു എന്ന് പറഞ്ഞത് യജ്ഞാർത്ഥമല്ലാതെ കർമ്മം ചെയ്യുമ്പോഴാണ്. യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന. അതുകൊണ്ട് തദർത്ഥം കർമ്മ കൗന്ദേയ. നൈഷ്കർമ്മ്യ ആത്മസ്ഥിതി പ്രമാണിച്ച് ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരാൾ കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് അയാൾ നിഷ്ക്രിയനെ ആവുന്നുള്ളൂ, നൈഷ്കർമ്മിയാവുന്നില്ല. അങ്ങനെയുള്ളവരെ ഭഗവാൻ മിഥ്യാചാരൻ എന്ന് ആക്ഷേപിക്കുകയും ചെയ്തു. യജ്ഞാർത്ഥം കർമ്മം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ആ ഒരു യജ്ഞ സ്പിരിറ്റ് അത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് എന്നാണ് ഭഗവാൻ ചൂണ്ടിക്കാണിച്ചത് 10ാമത്തെ ശ്ലോകത്തിൽ. 11ാമത്തെ ശ്ലോകത്തിൽ അതിനെ തുടർന്നുള്ള ആഹ്വാനമാണ്. എന്താ ആഹ്വാനം? അതുകൊണ്ട് അർജുന, കർമ്മങ്ങളെ കൊണ്ട് ദേവന്മാരെ ഭാവിക്കണം. സ്വാഭാവികമായിട്ടും ദേവന്മാര് നമ്മളെ അനുഗ്രഹിക്കും. അങ്ങനെ ഒരു പാരസ്പര്യത്തിന്റെ ജീവിതം, ഗിവ് ആൻഡ് ടേക്ക്, അതാണ് യാജ്ഞിക ജീവിതം. അതിനെക്കുറിച്ച് 11ാമത്തെ ശ്ലോകത്തിൽ ചൂണ്ടിക്കാണിച്ചു. 12, 13 ശ്ലോകങ്ങളിലായിട്ട് ഭഗവാൻ പറയുന്നത് സാമൂഹിക സമത്വ നീതിയെ അനുസരിക്കാതെ എല്ലാം പിടിച്ചടക്കി അനുഭവിക്കുന്നവർ കള്ളന്മാരാണ്, മറ്റുള്ളവർക്ക് കൊടുക്കാതെ ഭുജിക്കുന്നവർ പാപഭക്ഷകരാണ്. ഇവിടെ സാമൂഹിക സമത്വ നീതിയുടെ ഗംഭീര സൂചന നൽകിയിരിക്കുന്നു. സാമ്പത്തിക അസമത്വത്തെ സംബന്ധിച്ച് വ്യാകുലപ്പെടുന്നവർ സാമ്പത്തിക സമത്വം, സാമൂഹിക നീതി ഉറപ്പാക്കണം എന്ന പ്രത്യയശാസ്ത്രം പക്ഷേ വ്യവസ്ഥിതി മാറ്റത്തിലാണ് ഊന്നിയിരിക്കുന്നത്. വ്യവസ്ഥിതി മാറ്റം കൊണ്ട് സ്ഥായിയായ മാറ്റം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇത് അതിൻ്റെ ഒരു പരിമിതിയാണ്. അങ്ങനെ ഒരു താല്പര്യത്തോടെ പ്രവർത്തിക്കുന്നത് നടക്കട്ടെ. പക്ഷേ അതേ സമയം തന്നെ മനസ്ഥിതി മാറ്റത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു എല്ലാവർക്കും എല്ലാം ഉണ്ടായിരിക്കട്ടെ, അങ്ങനെ ഒരു കാരുണ്യത്താൽ ഓരോരുത്തരും പ്രചോദിതരാണ്.
ഇല്ലെങ്കിൽ നാളെ മറ്റന്നാൾ വ്യവസ്ഥിതി മറ്റൊരു അധികാരത്തിനും ആധിപത്യത്തിനും ഒക്കെ വഴിമാറി കൊടുക്കും. ഇത് സാമൂഹ്യ ശാസ്ത്രപരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഭഗവാൻ ഇവിടെ മനസ്ഥിതി മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. കള്ളന്മാരാവാതിരിക്കൂ, പാപഭക്ഷകരാവാതിരിക്കൂ. ഭഗവാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള യജ്ഞ സംസ്കൃതിയെക്കുറിച്ച് ചില കാര്യങ്ങൾ എടുത്ത് ചൂണ്ടിക്കാണിക്കട്ടെ. ഇത് ഈ സൂചനകളെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബ ജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും ഔദ്യോഗിക ജീവിതത്തെയും തൊഴിൽ ജീവിതത്തെയും ഒക്കെ പുനഃക്രമീകരിക്കാൻ സാധിക്കും. അതിനുള്ള സൂചനകളാണ് തരുന്നത്. സൂചനകൾ അനുസരിച്ച് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കും. സൂചനകൾക്കനുസരിച്ച് വർക്കൗട്ട് ചെയ്താൽ യജ്ഞജീവിതമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ പരിവർത്തിപ്പിക്കാൻ സാധിക്കും. ഇതിൽ ഒന്നാമത്തെ സംഗതി അറിവ് നേടുക എന്നുള്ളതാണ്. ഇവിടെ അറിവ് എന്നുള്ളതുകൊണ്ട് ആത്മജ്ഞാനം എന്നൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ദൈവദശകം എന്ന പ്രാർത്ഥനയിൽ ശ്രീനാരായണ ഗുരുദേവൻ അന്നവസ്ത്രാദിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ എന്ന് ദൈവത്തെ പ്രകീർത്തിക്കുന്നുണ്ട്. ഓർമ്മയുണ്ടാവണം എന്ന് പറയാം. ദൈവം എന്ന് പറഞ്ഞാലും പ്രകൃതി എന്ന് പറഞ്ഞാലും there is a system. വിവിധ ദേവതാവിശേഷങ്ങൾ, അങ്ങനെയാണ് ആചാര്യന്മാർ പരിചയപ്പെടുത്തി തരിക. അഹോരാത്രം പ്രയത്നിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതം സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നത്. ചോറുണ്ണുമ്പോൾ ചേറിനെ കുറിച്ച് ഓർമ്മ വേണം എന്നൊരു പഴമൊഴി. എന്താ ഉദ്ദേശിക്കുന്നത്? വിളമ്പിക്കിട്ടിയ ചോറ് എങ്ങനെ രൂപപ്പെട്ടു എന്ന് ആലോചിക്കണം. ആരോ ചേറ്റിൽ ജോലി ചെയ്തത് കൊണ്ടാണ് നമുക്ക് ചോറ് മുന്നിൽ കിട്ടിയത്. ഇങ്ങനെയുള്ള ഒരു വസ്തുതയെ സംബന്ധിക്കുന്ന ജ്ഞാനത്തെയാണ് അറിവ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. വ്യക്തമായി വിചാരിക്കട്ടെ. അപ്പൊ ഈ ആത്മീയ ജീവിതത്തിന്റെ ഒന്നാമത്തെ ഘടകം അറിവ്. ഈ ഒരു അറിവ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മിൽ രണ്ട് വികാരങ്ങൾ, മനുഷ്യന്മാരായതുകൊണ്ടും സഹയജ്ഞന്മാരായിട്ടാണ് എല്ലാവരെയും സൃഷ്ടിച്ചത് എന്നുള്ളതുകൊണ്ടും രണ്ട് വികാരങ്ങൾ ഉണ്ടാവും. അത് നന്ദിയും സ്നേഹവുമാണ്. ഇത് തോന്നുന്നില്ലെങ്കിൽ എന്തോ തകരാറുണ്ട് എന്നാണ് അർത്ഥം. നന്ദിയും സ്നേഹവും തോന്നും. അറിവ് വരും. കടപ്പാട് ഇത് തോന്നിക്കഴിഞ്ഞാൽ അതിനെ സേവന സന്നദ്ധതയാക്കി പരിവർത്തിപ്പിച്ചെടുക്കണം. ലെറ്റ് മീ സെർവ്. സേവനത്തിന് നമ്മൾ തീരുമാനിക്കുമ്പോൾ സ്വധർമ്മ നിശ്ചയമാകുന്നു അടുത്ത വിഷയം. ഏത് തൊഴിലിലൂടെയാണ്, എന്ത് കാര്യം ചെയ്തിട്ടാണ് ഞാൻ സേവിക്കേണ്ടത്? ഉദാഹരണമായിട്ട് കാള കൃഷിക്ക് സഹായിക്കുന്നു. കാള നമുക്ക് നൽകുന്ന സേവനത്തിന് എന്താ സേവനം ചെയ്യേണ്ടത്? അതിന് കാടി വെള്ളം കൊടുത്താൽ മതി. കാളയ്ക്ക് കാടി വെള്ളം, അത് നമുക്ക് ആവശ്യമില്ല. അതുപോലെ നെല്ല് നിങ്ങൾ എടുത്തോളൂ, വൈക്കോലും അതിന് കൊടുക്കും. ഇങ്ങനെയാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അത് പാലിക്കുക വേണ്ട. സാമാന്യമായ അറിവ് വ്യക്തമായല്ലോ. അതിനനുസരിച്ച് ഉള്ളിൽ ഉദിച്ചുയരുന്ന സ്നേഹവും കൃതജ്ഞതയും, അതിനെ സേവന സന്നദ്ധതയായി പരിവർത്തിപ്പിച്ചെടുക്കുക.
ഇനി സേവനം ചെയ്യുമ്പോൾ എല്ലാവരും കൂടിച്ചേർന്ന് ചെയ്യാൻ നിശ്ചയിക്കണം. അതിന് നമുക്ക് സഹകരണാത്മകത എന്ന് പറയാം. റെഡി ടു കോപ്പറേറ്റ് വിത്ത് അതേഴ്സ്. ക്ലിയർ? കോപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത്, മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് രാഗദ്വേഷങ്ങളുടെ ഏറ്റുമുട്ടലുകളും ലഹളയൊക്കെ ഉണ്ടാവും. ഇപ്പൊ പറയില്ലേ, അതൊക്കെ ഒരു പാർട്ട് ഓഫ് ദി ഗെയിം എന്ന് പറയില്ലേ. എന്ന് വിചാരിച്ച് കടിച്ചു പിടിച്ച് സഹിച്ച് മുന്നോട്ട് പോകണമെന്നല്ല. പിന്നെ അങ്ങനെയുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്ന സമയത്ത് വി ഹാവ് ടു സിറ്റ് ടുഗദർ, ഒന്നിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകണം. ഡിസ്കഷൻ ഒരു അന്തരീക്ഷം വേണം. ചർച്ചയ്ക്ക് വേണ്ടുന്ന ഒരു അന്തരീക്ഷം എന്താണ്? ലവ് ആൻഡ് റെസ്പെക്ട്. പ്രേമാദര ഭാവത്തോടെ വേണം ഒന്നിച്ചിരിക്കാൻ. കേട്ടില്ലേ? എന്നിട്ട് ചർച്ച ചെയ്യും. അപ്പൊ എല്ലാവരിലെയും സാധ്യതയെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതെല്ലാം കൂട്ടിച്ചേർത്ത് ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും. സഹകരണാത്മകത. ചെയ്യലിനെ കുറിച്ച് നമ്മൾ എന്ത് പറയണം? ഞാൻ ചെയ്തു എന്നുള്ള അഭിമാനത്തോടൊപ്പം ചെയ്തതിനെ മുഴുവൻ സമർപ്പിക്കാൻ സാധിക്കണം. സാമാന്യമായ അറിവ്, നന്ദി, സ്നേഹം, സേവന സന്നദ്ധത, സഹകരണാത്മകത, സമർപ്പണം. ഓക്കെ. ഈ സമർപ്പണത്തിന് മുമ്പ് വിഭവ സമാഹരണം എന്ന ഒരു വസ്തു കൂടി സൂചിപ്പിക്കാം. ഏത് കർമ്മം ചെയ്യണമെങ്കിലും അതിന് വേണ്ടുന്നതായ റോ മെറ്റീരിയൽസ് ഉണ്ട്. ഇത് വ്യത്യസ്തപ്പെടും കേട്ടോ. ഒരു കൃഷി ഇറക്കാനാണെങ്കിൽ അതിന് വേണ്ടുന്ന റോ മെറ്റീരിയൽസ്, ഒരു കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അതിനുള്ള റോ മെറ്റീരിയൽസ്, ആഹാരം പാചകം ചെയ്യാനാണെങ്കിൽ അതിന് വേണ്ടുന്ന അസംസ്കൃത പദാർത്ഥങ്ങൾ വ്യത്യാസപ്പെടും. ആ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നതും വളരെ ആദരവോടുകൂടി വേണം. പ്രകൃതിയിൽ നിന്ന് എടുക്കുമ്പോൾ അത്രയും കുറവ് വരുന്നുണ്ട്, അത് പരിഹൃതമാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി വേണം. കേട്ടില്ലേ? അങ്ങനെ വേണം വിഭവ സമാഹരണം, സമർപ്പണം. അങ്ങനെ ചെയ്യുന്ന യത്നത്തിന്റെ ഔട്ട്പുട്ട് അത് പല പ്രകാരത്തിലായിരിക്കും. ഔട്ട്പുട്ടിനെ പ്രസാദം എന്നാണ് വിളിക്കേണ്ടത്. കേട്ടില്ലേ? ചെയ്തത് യജ്ഞമായതുകൊണ്ട് യജ്ഞപ്രസാദം, വാട്ട് എവർ കംസ് ഔട്ട്, യജ്ഞപ്രസാദം. പ്രസാദത്തെ എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. പ്രസാദ വിതരണം. ഒറ്റയ്ക്ക് അത് എടുത്തു കഴിച്ചാലോ പാപിയായി പോകും, പാപഭക്ഷകനാവും. സോ യു ഹാവ് ടു ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ്. പ്രസാദ വിതരണം. ബാക്കിയായതിനെയാണ് യജ്ഞോച്ഛിഷ്ടം എന്ന് പറയുക. ആ യജ്ഞോച്ഛിഷ്ടത്തെ നമുക്ക് സ്വീകരിക്കാം. ഇതാണ് യജ്ഞ പ്രോജക്റ്റ്. യജ്ഞയിസം, കമ്മ്യൂണിസം, ഗാന്ധിസം എന്നൊക്കെ പറയുന്നത് പോലെ യജ്ഞയിസം. കേട്ടില്ലേ? അതെന്ത് കർമ്മങ്ങൾ മുന്നിൽ വന്നാൽ, ഞങ്ങളൊരു വായനശാല പണിയാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ഒരു കിണർ കുഴിക്കാൻ തീരുമാനിക്കുന്നു, അഥവാ കൃഷി, കൂട്ടുകൃഷി, എല്ലാവരും കൂടി ഒന്നിച്ച് കൃഷി ചെയ്യാൻ നമുക്ക് ഇത്രയും ഭൂമി അവൈലബിൾ ആണ്, അതിങ്ങനെ കൂട്ടുകൃഷി. ഇങ്ങനെ നമ്മൾ ഓഫീസിലെ കാര്യമായാലും ശരി, വിവിധ കാര്യങ്ങളെ സംബന്ധിച്ച് ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അതിനനുസരിച്ച് ആസൂത്രണം ചെയ്ത് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ യജ്ഞം ചെയ്യുന്നവരാണ്. ഒന്നുകൂടി കാര്യങ്ങൾ പറയാം. അതിനു മുമ്പ് ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഈ ഫോണൊക്കെ ഒന്ന് ഓഫാക്കി വെക്കാൻ പറ്റുമോ പ്ലീസ്?
പറ്റില്ല. അങ്ങനെ കുറെ അർജന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് മതി യജ്ഞം കേൾക്കുക. കേട്ടില്ലേ? സ്വാമിക്ക് സഹിക്കാം, നിങ്ങൾ ഫോണും കൊണ്ട് എണീറ്റ് പോകുന്നു, അതൊക്കെ സ്വാമി സഹിക്കാം. പക്ഷെ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവൂലേ? അവര് ശ്രദ്ധിച്ച് കേൾക്കാൻ വന്നിരിക്കുന്നവരല്ലേ. ഇങ്ങനെ പരോപദ്രവം ചെയ്യുന്നത് യെസ്. അപ്പോ സാമാന്യ ജ്ഞാനം, സ്നേഹം, കൃതജ്ഞത, സേവന സന്നദ്ധത, സഹകരണാത്മകത, വിഭവ സമാഹരണം, കളക്ഷൻ ഓഫ് റോ മെറ്റീരിയൽസ്, പിന്നെ സമർപ്പണം, പ്രസാദ സ്വീകരണം, പ്രസാദ വിതരണം, ഉച്ഛിഷ്ട, ഇത്രയും കാര്യങ്ങൾ. ഓക്കെ. ഈ യജ്ഞത്തിലുടനീളം അപ്പൊ ഏത് കർമ്മം ചെയ്യുമ്പോഴും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പാക്കണം. എന്ത് കർമ്മം അങ്ങനെ ഒന്ന് നോക്കി നോക്കൂ. അപ്പൊ ഓരോ കർമ്മവും ടിക്കപ്പ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇതിന് വ്യത്യാസം ഉണ്ടാവും. ഒരു സ്കൂള് വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുകയാണെങ്കിൽ അവിടെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ചോക്കും ബ്ലാക്ക് ബോർഡും അല്ലേ, കെട്ടിടവും, അങ്ങനെ കുറെ കാര്യങ്ങൾ. അതിന്റെ ആ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലോ പിന്നെ കുട്ടികൾ എത്തിപ്പെടണം. കേട്ടില്ലേ? അവരെ സമാഹരിക്കുക എന്നുള്ളത് വിഭവ സമാഹരണം. ആദരവോടെ അവരെ ക്ഷണിച്ചു കൊണ്ടുവരുന്നു, പ്രവേശന ഉത്സവം സംഘടിപ്പിക്കുന്നു. കേട്ടില്ലേ? ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. അപ്പൊ ചെയ്യാനുള്ള കാര്യങ്ങളെയൊക്കെ ഈ ഇതിലേക്ക് അന്വയിക്കണം, കണക്ട് ചെയ്യണം. ക്ലിയർ? ഇങ്ങനെ ചെയ്യുന്നു. അപ്പൊ ആർക്കു മുന്നിൽ സമർപ്പിക്കുന്നു? സർവേശ്വരന് മുന്നിൽ സമർപ്പിക്കുന്നു. മറ്റൊരു കാര്യവും കൂടി ഈ പാഠം ഉറയ്ക്കുന്നതിന് വേണ്ടി പറയട്ടെ. യജ്ഞം എന്ന് കേൾക്കുമ്പോൾ ഇഷ്ടികയൊക്കെ അടുക്കി വെച്ച് അതിലേക്ക് അഗ്നി ജ്വലിപ്പിച്ച് ഹവിസ് ഹോമിക്കുന്ന ഒരു പ്രക്രിയയാണ് നമുക്ക് ഓർമ്മ വരിക. ആ ഒരു പ്രക്രിയയായിട്ട് കണക്ട് ചെയ്യാമോ? കണക്ട് ചെയ്യാം. എങ്ങനെയാ കണക്ട് ചെയ്യുക? ജ്വലിക്കുന്ന അഗ്നി എന്ന് പറയുന്നത് സമാജത്തിന്റെ ആവശ്യങ്ങളാണ്. ഇപ്പൊ കൗൺസിലർമാരെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. വാർഡ് കൗൺസിലർമാരെയും ബ്ലോക്ക് ഉത്തരവാദപ്പെട്ടവരെയും അതുപോലെ മേയേഴ്സുമായി, കോർപ്പറേഷൻ മേയർ ഒക്കെ തെരഞ്ഞെടുത്തു. ഇനിയിപ്പോൾ അവർ തുടങ്ങണം. ഈ നഗരത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതിനെന്തൊക്കെ വിഭവങ്ങളാണ് വേണ്ടത്, മനസ്സിലാവുന്നില്ലേ? ഇതൊക്കെ നോക്കി ചെയ്യും. അപ്പൊ സമാജത്തിന് ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളൊക്കെ അഗ്നിയായിട്ട് പരിഗണിക്കാം. മറുവശത്ത് അത് നിവർത്തിക്കുന്നതിനുള്ള അറിവുണ്ട്, കഴിവുണ്ട്, ശേഷിയുണ്ട്, വിഭവങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഹവിസ്. ഇപ്പൊ വ്യക്തിപരമായിട്ട് ഞാൻ ഈ യജ്ഞത്തിൽ എങ്ങനെ പങ്കെടുക്കുന്നു എന്ന് ചോദിച്ചാൽ എന്റെ കഴിവുകളാവുന്ന ഹവിസിനെ ആവശ്യങ്ങളാകുന്ന അഗ്നിയിലേക്ക് ഹോമിക്കുന്നു. ഈ പ്രയോഗം മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നമ്മൾ വന്നിരുന്ന് കേൾക്കുന്നതിന് ജ്ഞാനയജ്ഞം എന്നാ പറയുക. എന്തുകൊണ്ട് ജ്ഞാനയജ്ഞം എന്ന് പറയുന്നു? അജ്ഞാനമാകുന്ന ഹവിസിനെ ഇവിടെ പങ്കുവെക്കുന്ന അറിവിലേക്ക് ഹോമിക്കുന്നതുകൊണ്ട്. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. പണ്ട് തിരുവനന്തപുരം പ്രദേശത്ത് ഗീതാജ്ഞാന യജ്ഞത്തിന് സ്വാമിയെ വിളിച്ചു. അങ്ങനെ ഒന്നാമത്തെ ദിവസത്തെ പ്രഭാഷണം കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം രാവിലെ ഈ പ്രഭാഷണത്തിന് വന്നു ചേർന്ന ഒരു പ്രായമായിട്ടുള്ള അമ്മ അവിടെ ഒരു ക്ഷേത്രത്തിൽ പോയിരുന്നിട്ട് വിഷമത്തോടെ പറയുക. ആ അമ്മ ഓടി വന്നത് യജ്ഞം എന്നൊക്കെ കേട്ടപ്പോൾ ഈ ഹവിസർപ്പിക്കലും അഗ്നിയും ജ്വലിക്കലും ഒക്കെ അതൊക്കെ കാണാം, അതിലൊക്കെ പങ്കെടുക്കാച്ചിട്ട് ഓടി വന്നത്. എന്നിട്ട് അവരുടെ കമന്റ് എന്താ അവര് പറഞ്ഞത്? ഈ സ്വാമിയാര് എന്തൊരു ബാഡൽ യജ്ഞങ്ങൾ നടത്തുന്നത് നമ്മുടെ ബാഡൽ അല്ലല്ലോ.
ഇതെന്തൊരു മാഡല്, ഇത് നമ്മുടെ മാഡലല്ലല്ലോ. ഈ മാഡലിന്റെ വിശേഷം എന്താണ്? അറിവില്ലായ്മയാകുന്ന ഹവിസിനെ അറിവിലേക്ക് ഹോമിക്കുന്നു. കേട്ടില്ലേ? ഞാൻ, എന്റേത് എന്നിത്യാദി സങ്കുചിത ചിന്തകളാകുന്ന ഹവിസിനെ ഞങ്ങൾ, നമ്മൾ, നമ്മൾക്ക് എന്നൊക്കെയുള്ള ഹവിസിലെ അഗ്നിയിലേക്ക് ഹോമിക്കുന്നു. കാരണം എന്താണ്? വിഷ്ണുമയം ജഗത്ത്, അതാണ് അറിവാകുന്ന അഗ്നി. ആ അഗ്നിയിലേക്ക് നമ്മൾ നമ്മുടെ അഹന്തയെ ഹോമിക്കുന്നു. ഈ യജ്ഞത്തിന്റെ പ്രകൃതം മനസ്സിലായല്ലോ. കർമ്മങ്ങളെ യജ്ഞമാക്കുന്നിടത്ത് വിവിധ ആവശ്യങ്ങളാകുന്ന അഗ്നി വ്യാപകമായി ജ്വലിക്കുന്നത് തിരിച്ചറിയാണ് വേണ്ടത്. നമ്മുടെ കർമ്മശേഷിയെ, സർഗാത്മക ശേഷികളെയൊക്കെ ഹോമിക്കുകയാണ് വേണ്ടത്. അതില് ഈ പറഞ്ഞ ആസ്പെക്ട്സ് ഒന്നുകൂടി ഓർമ്മിച്ചെടുക്കാം. ക്യുക്ക്, സാമാന്യമായ അറിവ്, പ്രേമം, കൃതജ്ഞത, സേവന സന്നദ്ധത, സഹകരണാത്മകത, വിഭവ സമാഹരണം, സമർപ്പണം, പ്രസാദ സ്വീകരണം, പ്രസാദ വിതരണം, ഉച്ഛിഷ്ടഭോജനം. ഓക്കെ, ഇങ്ങനെ യജ്ഞം ചെയ്യും. 13ാമത്തെ ശ്ലോകത്തിൽ നോക്കൂ. യജ്ഞശിഷ്ടാശിന സന്തഃ, യജ്ഞശിഷ്ടത്തെ അശിക്കുന്ന സജ്ജനങ്ങൾ. യജ്ഞശിഷ്ടം എന്ന് പറഞ്ഞപ്പോ മനസ്സിലായില്ലേ? ഒരു യജ്ഞം കഴിഞ്ഞതിന് ശേഷം കിട്ടിയ എന്തൊക്കെയായി. ഇപ്പൊ ചില യജ്ഞമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം വിജയം, അതാണ് യജ്ഞപ്രസാദം. ഇപ്പൊ പ്രിൻസിപ്പള് പത്രക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയി, എന്നിട്ട് ഡോറൊക്കെ അടച്ചു. ഇവിടെ വരുന്ന സമയത്തുള്ളൊരവസ്ഥ പിന്നെ ഒന്നേന്ന് തുടങ്ങി. ഈ ടീച്ചിങ് സ്റ്റാഫിനെയും നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും ഒക്കെ ഒന്ന് നേരെ ഹെർക്കുലിയൻ ടാസ്ക് നമുക്ക് കേട്ടിട്ടുണ്ടോ? അവിടെ എന്ത് ചെയ്തു? അദ്ദേഹം പ്രസാദം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ല, മൂപ്പര് തന്നെ സ്വന്തം. കേട്ടില്ലേ? അപ്പൊ അഹന്ത വർദ്ധിക്കും, ബന്ധനം വർദ്ധിക്കും. മറിച്ച് പത്രക്കാരോ അല്ലെങ്കിൽ മറ്റു മാധ്യമ പ്രവർത്തകരൊക്കെ പ്രിൻസിപ്പലിന്റെ വകയിൽ ചെന്നു, വലിയൊരു വിജയമൊക്കെ നേടിയെടുത്തിരിക്കുകയല്ലേ, അപ്പൊ ഒരു ഇന്റർവ്യൂ. അയ്യോ, അങ്ങനെയാണെങ്കിൽ അത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ പറ്റില്ല, ഇവിടുത്തെ 4 ക്ലാസ് ജീവനക്കാരൻ പോലും ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, സോ അവരെയൊക്കെ വിളിച്ചു വിട്ടിട്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ ക്രെഡിറ്റ് എന്ത് ചെയ്തു? ഡിസ്ട്രിബ്യൂട്ട്. ഇതെല്ലായിടത്തും ആപ്ലിക്കബിൾ ആണ്. നമ്മൾ പ്രായോഗികമായിട്ട് ആലോചിക്കും, ഓരോരോ കേസ് ടേക്കപ്പ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ഇതൊക്കെ എങ്ങനെ പാലിക്കാൻ പറ്റും പരിശോധിച്ചു. 13ാമത്തെ ശ്ലോകം എന്താണ്? യജ്ഞശിഷ്ടാശിന സന്തഃ മുച്യന്തെ സർവ കിൽബിഷൈഹി. എല്ലാ പാപങ്ങളിൽ നിന്നും യജ്ഞശിഷ്ടത്തെ ഭുജിക്കുന്നവർ മോചിതരാകുന്നു. കിൽബിഷ എന്ന് പറഞ്ഞ പാപം, സർവ കിൽബിഷൈഹി, എല്ലാ പാപങ്ങളിൽ നിന്നും. അവിടെ പാപം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സങ്കുചിത ആത്മചിന്ത, അതാണ് പാപം. കാരണം അതാണ് രാഗദ്വേഷത്തിന് കാരണമാവുന്നത്. മനസ്സിലായില്ലേ? ഞാൻ ശരീരമാണ്, ഞാൻ ഇന്ദ്രിയങ്ങളാണ്, ഞാൻ മനസ്സാണ്, ഞാൻ ബുദ്ധിയാണ്. ഇനി ചിലർ കുറച്ചുകൂടി വിസ്തരിച്ച് ചിന്തിക്കും, ഞാൻ എൻ്റെ കുടുംബമാണ്. അതുകൊണ്ട് ഒരാളുടെ പ്രാർത്ഥന കേട്ടില്ലേ, ഞാനും എൻ്റെ കുട്ടിയോളും തട്ടാനും സുഖമായിട്ടിരിക്കണേ ദൈവമേ. പട്ടാവട്ടത്തിലാണ് തൻ്റെ ഒരു. അപ്പൊ അതിനനുസരിച്ചാണ് ബാക്കിയൊക്കെ വിലയിരുത്തുക. അപ്പോൾ രാഗദ്വേഷം വരും, അത് ബന്ധനത്തെ സൃഷ്ടിക്കും. ഇപ്പൊ ബന്ധനമുക്തിക്ക് സഹായിക്കുന്ന പാപമുക്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാം എന്റേത്. അപ്പൊ പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടി, ഭൂമിയുടെ സംരക്ഷണത്തിന് വേണ്ടി എല്ലാം ഉത്സാഹിക്കും. ഇങ്ങനെ ഒരു യാജ്ഞികൻ എന്ന് വിളിക്കാം നമുക്ക് അയാളെ. അയാളെ സംബന്ധിച്ചിടത്തോളം പ്രേമം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്നുള്ള വട്ട. അപ്പൊ ഭൂമിക്ക് ചരമഗീതം എഴുതേണ്ടി വരില്ലേ? അതിലൊക്കെ ഈ യജ്ഞവിരുദ്ധമായ ചൂഷണത്തിന്റെ ദുരവസ്ഥകളെ പ്രതിപാദിച്ചിട്ടുണ്ട്.
ഇനിയും മരിക്കാത്ത ഭൂമി ആസന്നവൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെയും എന്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. ഹേ അമ്മേ, ഭവതി ഒരു തെറ്റ് ചെയ്തു. തെറ്റെന്ന് പറയാൻ പറ്റില്ല, പ്രേമം കൊണ്ട് ചെയ്തു പോയതാ. എന്താ ചെയ്തത്? ഇഷ്ടവധുവാം സൂര്യനണിയിച്ചൊരാ ചിത്രപട കഞ്ചുകം നീ ഹരിതമൃദു കഞ്ചുകം തെല്ലൊന്നു നീക്കി നീ അരുളിയ മുലപ്പാൽ കുടിച്ചവർക്കൊരു ദാഹമുണ്ടായി, ഒടുക്കത്തെ ദാഹം. അമ്മ ആകെ ചെയ്തത് എന്താണ്? ഹരിതാഭമായ തൻ്റെ കഞ്ചുകത്തെ നീക്കിയിട്ട് മക്കൾക്ക് പാല് കൊടുത്തു, സ്തന്യം പകർന്നു. കുട്ടികളാണെങ്കിലോ അത് കുടിച്ച് തഴച്ചു വളർന്നിട്ട് രക്തം കുടിക്കാൻ താല്പര്യപ്പെട്ടു. അങ്ങനെ ഘോരമായി ഭൂമിയെ ചൂഷണം ചെയ്യാൻ മരങ്ങളൊക്കെ വെട്ടി മുറിച്ച്. മനസ്സിലാവുന്നില്ലേ? ഇത് യജ്ഞ സമീപനമല്ല എന്നറിയാം. പുരോഗതി വേണ്ടേ? വേണം. ഇപ്പൊ അവര് പുരോഗതിയെ കുറിച്ച് എന്താ പറയാ? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇരിക്കണ കൊമ്പ് മുറിക്കരുത്, സുസ്ഥിര വികാസം വേണം. മനസ്സിലാവുന്നില്ലേ? ആ ഒരു യജ്ഞസങ്കല്പം. ഭൂമിയെ ഊഷരമാക്കരുതേ, ചപ്പുചവറുകൾ കൂട്ടിയിട്ട് കത്തിച്ച് ഭൂമിയെ എങ്ങനെ പൊള്ളിക്കരുതേ എന്ന് പറയും. ഒരു പ്രേമപൂർവ്വ സമീപനം. കുറച്ചൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും, പക്ഷെ അത് കഴിയുന്നത്ര റെഡ്യൂസ് ചെയ്യും. ഇതൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയാ പണ്ട് കാലത്തുണർന്ന് ഭൂമിയിൽ കാല് വെക്കുന്നതിന് മുമ്പേ പ്രാർത്ഥനയാണ്. സമുദ്രവസനേ ദേവി പർവ്വതസ്തനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. ആ ഒരു സംസ്കാരം, ഇതൊക്കെ യജ്ഞ സംസ്കാരമാണ്. ക്ലിയർ? ഒരു യജ്ഞ സ്പിരിറ്റ് ഉണർത്തിയെടുത്തവരെ സംബന്ധിച്ചിടത്തോളം, ഉണർത്തിയെടുക്കുക എന്ന് പറയട്ടെ, കാരണം അത് ഓൾറെഡി ഇൻഹറന്റ് ആയിട്ടുള്ളതാണ്. സഹയജ്ഞ പറഞ്ഞല്ലോ, എല്ലാവരുടെ ഉള്ളിലും. ഉണർത്തിയെടുത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുകമ്പയോടുകൂടിയാണ് ഇവിടെ വിഹരിക്കുക, വ്യവഹരിക്കുക. ഇവിടെ അവർ കഴിക്കുന്ന ആഹാരം പോലും ശരീരത്തിന് ദ്രോഹം ചെയ്യാത്ത വിധം എന്ന കരുതൽ കാണിക്കും. ഇങ്ങനെ എല്ലാറ്റിനോടും സ്നേഹം, കരുണ, അത്തരത്തിലുള്ള ജീവിതം നയിക്കുക. 3 കാര്യങ്ങളാണ് യജ്ഞഫലമായിട്ട് ഉറപ്പിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാ? ഋദ്ധി, ശുദ്ധി, സിദ്ധി. ഋദ്ധി എന്ന് പറഞ്ഞാൽ ഭൗതിക സമൃദ്ധി ഉണ്ടാവും. മെറ്റീരിയൽ പ്രോസ്പെരിറ്റി അഷ്യൂർഡ് യജ്ഞം ചെയ്യുന്നിടത്ത്. ഇവിടെ ഈ പ്രദേശത്ത് റോഡ് നന്നാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് യജ്ഞാസ്പെരിറ്റി. ഋദ്ധി ഉണ്ടാവും, ശുദ്ധി ഉണ്ടാവും. അന്ധകരണ ശുദ്ധി. അവര് ഫലകാംക്ഷികളല്ല. സാധകര് യജ്ഞം ചെയ്യുമ്പോൾ അവര് ഫലകാംക്ഷികളായിട്ടല്ല ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമാകുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവും. പരസ്പരം ഭാവന. സിദ്ധി എന്ന് പറഞ്ഞാൽ അത് ക്രമേണ ജ്ഞാനസിദ്ധിക്ക് കാരണമാവും. ഈ യജ്ഞത്തിന്റെ മുഖമുദ്ര സന്തോഷമാണ്. ഇത്രയും വ്യക്തമായി എന്ന് വിചാരിക്കട്ടെ. ഇപ്പൊ കള്ളന്മാരാവാതിരിക്കാൻ, പാപഭക്ഷകരാവാതിരിക്കാൻ ശ്രദ്ധിക്കൂ. അങ്ങനെ 13 ശ്ലോകങ്ങൾ കഴിഞ്ഞു. 14-15 ശ്ലോകങ്ങളിൽ ഭഗവാൻ എന്താ പറയുന്നത്? ന കേവലം പ്രജാപതി വചനാദേവ. കേവലം പ്രജാപതി പറഞ്ഞുകൊണ്ട് മാത്രമല്ല കേട്ടോ യജ്ഞം പാലിക്കേണ്ടത്. പിന്നെയോ നോക്കാം. അണ്ണാദ്ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാദ്ഭവതി പർജന്യഃ യജ്ഞകർമ്മ സമുദ്ഭവം കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം
ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം അന്നാദ്ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാദ്ഭവതി പർജന്യഃ യജ്ഞകർമ്മ സമുദ്ഭവഃ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഇവിടെ എവല്യൂഷനെ കുറിച്ച് പറയാം. ഹൗ എവ്രിതിങ് ഇവോൾവ്ഡ്, എങ്ങനെയാണ് എല്ലാം ആവിഷ്കൃതമായത്. ആദ്യം ഇവിടുത്തെ പദങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അതിനുശേഷം ഇന്നത്തെ ഒരു ശാസ്ത്രഭാഷയുമായിട്ട് കണക്ട് ചെയ്യേണ്ട രീതി പറയാം. അത് കണക്ട് ചെയ്ത് പറഞ്ഞു തരാൻ സ്വാമി അധികാരിയല്ല, കേട്ടില്ലേ? ഞങ്ങൾ ആധ്യാത്മിക വിഷയമാണ് പറയുക. പക്ഷേ ഊർജതന്ത്രജ്ഞരും രസതന്ത്രജ്ഞരും ഗണിതശാസ്ത്രജ്ഞന്മാരൊക്കെ ഈ വിഷയത്തിൽ ഉത്സാഹിക്കുന്നത് നന്ദി. ഹൗ ടു കണക്ട് ഇറ്റ്. ഓക്കെ, ഞങ്ങൾ ആസ്വദിച്ച ഒരു പ്രകാരം പങ്കുവയ്ക്കാം. ആദ്യം സാങ്കേതിക പദങ്ങൾ. എന്തൊക്കെയാ സാങ്കേതിക പദങ്ങൾ? ഏറ്റവും ഇങ്ങേയറ്റത്തുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഭൂതജാലങ്ങൾ. എവിടെ നിന്നുണ്ടായി ഭൂതജാലങ്ങൾ? ഇവിടുത്തെ സാങ്കേതിക പദമനുസരിച്ച് അന്നത്തിൽ നിന്നുണ്ടായി. അന്നാദ് ഭവന്തി ഭൂതാനി, ഭൂതജാലങ്ങൾ അന്നത്തിൽ നിന്നുണ്ടാവുന്നു. ആശയം വ്യക്തമായോ? അന്നമാകട്ടെ പർജന്യനിൽ നിന്നാണ്, മഴയിൽ നിന്നാണ് അന്നമുണ്ടായത്. പർജന്യനാകട്ടെ യജ്ഞത്തിൽ നിന്നുണ്ടായത്. യജ്ഞമാകട്ടെ കർമ്മത്തിൽ നിന്നുണ്ടായത്. കർമ്മമാകട്ടെ ബ്രഹ്മത്തിൽ നിന്നുണ്ടായത്. ബ്രഹ്മമാകട്ടെ അക്ഷരത്തിൽ നിന്നുണ്ടായത്. ഓക്കെ, അതിൻ്റെ ഒരു വിപരീത ശ്രേണി എങ്ങനെയായിരിക്കും? അക്ഷരം, അക്ഷരത്തിൽ നിന്ന് ബ്രഹ്മം, ബ്രഹ്മത്തിൽ നിന്ന് കർമ്മം, കർമ്മത്തിൽ നിന്ന് യജ്ഞം, യജ്ഞത്തിൽ നിന്ന് പർജന്യം, പർജന്യത്തിൽ നിന്ന് അന്നം, അന്നത്തിൽ നിന്ന് ഭൂതം. തിരിച്ചും മറിച്ചും ഈ ആസ്പെക്ട് മനസ്സിലാക്കൂ. എല്ലാറ്റിനും ആദി കാരണം, മൂലകാരണം അക്ഷരമാണ്. അക്ഷരം എന്ന് പറഞ്ഞാൽ ഇംപെരിഷബിൾ ആബ്സല്യൂട്ട് ട്രൂത്ത്, നാശരഹിതമായ ആത്യന്തിക സത്യത്തെയാണ് എന്ത് പറയുന്നത്? അക്ഷരം എന്ന് പറയുന്നത്. ഇംപെരിഷബിൾ ആബ്സല്യൂട്ട് ട്രൂത്ത്. ആ അക്ഷരത്തിന് തോന്നിയിത്രേ താൻ തർക്കടില്ലല്ലോ, തനിക്ക് എന്തുകൊണ്ട് പലതായി കൂടാ. അങ്ങനെ ഒരു തോന്നലിന്റെ പരിണത ഫലമാണ് നമ്മളെല്ലാവരും ഈ കാണായതൊക്കെ. ഇതൊക്കെ ഒന്നിൽ നിന്നുണ്ടായ, ഇതൊക്കെ ഒന്നിൽ നിന്നുണ്ടായ. ഇങ്ങനെ നമ്മുടെ ആചാര്യന്മാർ അനുഭൂതിയിൽ നിന്ന് കണ്ടെത്തി. സ്വാനുഭൂതി സമ്പന്നന്മാരായ ആചാര്യന്മാർ പറയുന്നു അക്ഷരതത്വത്തിൽ നിന്നാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളും ആവിഷ്കൃതമായി വന്നത്. ഇന്നത്തെ ഒരു ശാസ്ത്രഭാഷയായിട്ട് അതിനെ കണക്ട് ചെയ്യാൻ പറ്റുമോ? പല പ്രകാരത്തിലും കണക്ട് ചെയ്യാം. ഒരു പ്രകാരം എന്താണ്? മാറ്റർ എന്ന് പറയുന്നത് എനർജിയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ ഭാഷയിൽ നമുക്ക് പറയാം വാട്ട് എവർ വി സീ ആൻഡ് എക്സ്പീരിയൻസ്, നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതും ഒക്കെ എനർജിയാണ്. മനസ്സിലാവുന്നില്ലേ? അതിനെ നമുക്ക് ഭൗതിക അദ്വൈതം എന്ന് വിളിക്കാം. ഭൗതിക അദ്വൈതം. അവിടെ ഒരു നോൺ ഡുവാലിറ്റി. എവ്രിതിങ് ഈസ് എനർജി. ഓക്കെ,
എങ്ങനെയാ അത് മനസ്സിലാക്കേണ്ടത്? ഏതിനെയും സ്പ്ലിറ്റ് ചെയ്ത് പോയാൽ ഫൈനലി ആറ്റംസ് ഉണ്ട്, ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺസ് ഉണ്ട്. അഗൈൻ ഇഫ് യു ആർ ഏബിൾ ടു സ്പ്ലിറ്റ് ഇറ്റ്, ഫൈനലി എനർജി. ഇത് മനസ്സിലാവില്ലേ? പക്ഷെ എനർജി അൾട്ടിമേറ്റ് അല്ല. ഈ എനർജിക്കും പിറകിലൊരു നോവർ ഉണ്ട്, കോൺഷ്യസ്നെസ് ഉണ്ട്. നമ്മുടെ ആചാര്യന്മാർ അതാണ് അൾട്ടിമേറ്റ് എന്ന് ചൂണ്ടിക്കാണിച്ചു തന്നിരിക്കുന്നത്. ബോധം, കോൺഷ്യസ്നെസ്. ആ ബോധത്തെയാണ് പുരുഷൻ എന്ന് വിളിക്കുന്നത്. എനർജി എന്ന് പറയുന്നത് മായയാണ് നമ്മുടെ ഭാഷയിൽ. ആ മായയാകട്ടെ സ്ത്രീയാണ്. ഇപ്പൊ പുരുഷ പ്രകൃതി, പ്രകൃതി മായ, സ്ത്രീ. ഒരു വശത്ത് പുരുഷൻ, ഇത് രണ്ടും ചേർന്നാണ്. ഓക്കെ, ഈ കോൺഷ്യസ്നെസ്സിൽ നിന്ന് തന്നെയാണ് എനർജി ഇവോൾവ് ചെയ്തു വന്നത്. എനർജിയാണ് അതിൻ്റെ സ്പന്ദനം അനുസരിച്ച് കണങ്ങളായതും ആറ്റംസ് ആയതും ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ കണങ്ങളായതും പിന്നെയും സൂക്ഷ്മമായിട്ട് സ്ട്രിങ് എന്നുള്ള പ്രയോഗമുണ്ട്. ഈ കണങ്ങളെ തന്നെ വീണ്ടും അവർ സ്പ്ലിറ്റ് ചെയ്യും. പോസിട്രോൺ, ന്യൂസിട്രോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിശകലനങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഇവോൾവ് ചെയ്ത് വന്നത് ശാസ്ത്രത്തിന്റെ ഭാഷയിൽ എനർജിയാണ്. ഓക്കെ, ഇതിനെയൊക്കെ തീരുമാനിക്കുന്നത് ചലനമാണ്. ആ ചലനത്തെയാണ് കർമ്മം എന്ന് പറയുന്നത്. ചലനാത്മകം കർമ്മ. എന്തൊക്കെ ചലനമുണ്ട്? ഉക്ഷേപണ, അപക്ഷേപണ, ആകുഞ്ചന, പ്രസരണ ഗമനാനി പഞ്ചകർമാണി. 5 കർമ്മങ്ങളേ ഉള്ളൂ. ഒരു കേന്ദ്രത്തെ പരിഗണിച്ചുകൊണ്ട് ചലനങ്ങളെ പറയുമ്പോൾ അതിലേക്കുള്ള ചലനം, പുറത്തേക്കുള്ള ചലനം, മുകളിലേക്ക്, താഴേക്ക്, പിന്നെ ഇങ്ങനെ കറക്കം, ഇതെല്ലാം ചേർത്ത് ഉക്ഷേപണ, അപക്ഷേപണ, ആകുഞ്ചന, പ്രസരണ ഗമനാനി പഞ്ചകർമാണി. എല്ലാ ചലനങ്ങളെയും ചേർത്ത് 5. അതാണ് കർമ്മം. ആ കർമ്മമാണ് ഒരു പ്രത്യേക ഡിസൈൻ, പ്രത്യേക പേർപ്പസ് ഒക്കെ ഉണ്ടാവുമ്പോൾ യജ്ഞമാവുന്നത്. ആ യജ്ഞത്തിൽ നിന്ന് മേഘങ്ങൾ ഉണ്ടാവുന്നു, മഴ ഉണ്ടാവുന്നു, ഭൂതം ഉണ്ടാവുന്നു, അന്നം ഉണ്ടാവുന്നു, ഭൂതം ഉണ്ടാവുന്നു എന്നിങ്ങനെ ഒരു അലങ്കാരത്തിന്റെ ഭാഷയിൽ പറഞ്ഞത്. ഇത് പക്ഷെ നമുക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് മനസ്സിലാക്കാം. കേട്ടില്ലേ? ഉദാഹരണമായിട്ട് ഒരു കെട്ടിടം കെട്ടുന്നതിൻ്റെ വിഷയത്തിൽ ആദ്യം തന്നെ കെട്ടിടം വേണമെന്ന് ആഗ്രഹിക്കുന്ന കൺസ്യൂമർ ഇല്ലേ, അയാളൊരു ആർക്കിടെക്റ്റിനെയും എഞ്ചിനീയറെയും ഒക്കെ പോയി കാണും. ആർക്കിടെക്റ്റ് എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. എന്താണ് ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞാൽ? അതിനെക്കുറിച്ച് അവർ പറയുക ഔട്ടർ സ്പേസ് ഡിസൈൻ ആണ്. വാട്ട് ദേ ഡു? ഔട്ടർ സ്പേസ് ഡിസൈനിങ് ആണ് ഒരു ആർക്കിടെക്റ്റിന്റെ ജോലി. ഒന്നുമില്ലാത്തടത്ത് അവർ ഇതൊക്കെ ഇങ്ങനെ കാണും. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കേട്ടില്ലേ? കണ്ടിട്ട് അവർ അളവെടുത്തിട്ട് എന്ത് ചെയ്യും? വരച്ചെടുത്ത് ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു കെട്ടിടം ഇതാ കണ്ടോളൂ. പിന്നെ അതിൻ്റെ ബ്ലൂ പ്രിന്റ് എടുക്കും. അതൊന്നും കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എന്താണ് എലിവേഷൻ അല്ലേ, അത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയോ ഇതൊക്കെ ഓരോ ദിശയാണ്. ആർക്കിടെക്റ്റിന്റെ മനസ്സിലുള്ള ഒരു ഭാവത്തെ നമുക്ക് ബ്രഹ്മം എന്ന് വിളിക്കാം. അത് കഴിഞ്ഞിട്ട് അത് വരച്ചൊക്കെ തന്നു. അത് കഴിഞ്ഞ് പണി തുടങ്ങി, കർമ്മം. ചെയ്യുന്നവർക്ക് അറിയില്ല എന്താ ചെയ്യുന്നത്. ഈ ചെയ്യുന്ന കാണാൻ പോയിരുന്നാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ഇതിപ്പോ സ്ഥലം ഉണ്ടാവില്ല, ഇതാണോ ബെഡ്റൂം, ഇതൊരു സ്ഥലവും ഇല്ലല്ലോ എന്നൊക്കെ തോന്നിപ്പോകും. പക്ഷെ പണി കഴിഞ്ഞ് വരുമ്പോഴേക്കോ വളരെ സ്പേഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇത്രയും സ്ഥലം കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല ആ കുഴിയൊക്കെ എടുത്ത സമയത്ത്. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ പിറകിൽ ആർക്കിടെക്റ്റിന്റെ മനസ്സിൽ യജ്ഞമുണ്ട്.
വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ചലനമാണ് ഉദ്ദേശിച്ചത്. ഒരു സിനിമയുടെ കാര്യം, ഈ സിനിമ ഷൂട്ടിംഗ് സ്വാമി ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ ഷൂട്ടിങ്. പക്ഷെ അതിൻ്റെ ഒരു ധാരണയുണ്ട്. പിന്നെ ചില ക്ലിപ്പിങ്ങിലൊക്കെ അങ്ങനെ കാണിച്ചു തരുമല്ലോ ഓരോ ഇത് എടുക്കുന്നതിൻ്റെയൊക്കെ, അതുകൊണ്ടൊരു ധാരണയുണ്ട്. അപ്പം ഈ സ്ക്രിപ്റ്റ് റെഡിയായി കഴിഞ്ഞാൽ, തിരക്കഥ റെഡിയായി കഴിഞ്ഞാൽ അവർ ഒരു പ്രത്യേക സ്പോട്ടിൽ ഏതൊക്കെ സീൻസ് വേണം എന്നുള്ളത് സ്ക്രിപ്റ്റിലുണ്ടാവുമല്ലോ. അപ്പോൾ അത് അവിടെ അടയാളപ്പെടുത്തിയിട്ട് അതൊക്കെ അങ്ങോട്ട് ഷൂട്ട് ചെയ്യും. പിന്നെ എവിടേക്ക് വരണ്ട, മനസ്സിലായില്ലേ? അപ്പോൾ ഈ നടന്മാരെയും നടിമാരെയൊക്കെ സമ്മതിക്കണം. അവർ ഈ കഥയൊക്കെ കേട്ട് മനസ്സിലാക്കി. ചിലർ അങ്ങനെയൊന്നുമില്ല, പറഞ്ഞ് അങ്ങോട്ട് അഭിനയിച്ചിട്ട് പോകും. ചിലർ മുഴുവൻ കഥ കേട്ടാലേ ചെയ്യുള്ളൂ. അത് കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഓർഡറിലൊന്നും ആവില്ല ഷൂട്ട് ചെയ്യും. പക്ഷേ ഷൂട്ട് ചെയ്യുന്ന സംവിധായകനും അതുപോലെ വേണ്ടപ്പെട്ടവർക്കും അറിയാം ആകെ സിനിമയുടെ ചിത്രം. അതിനെയാണ് യജ്ഞം എന്ന് പറയുന്നത്. അവിടെ നടക്കുന്ന ഈ ഷൂട്ടിങ് ഏർപ്പാടൊക്കെയാണ് കാണുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ട വിധം മനസ്സിലായോ? അത് ഇന്ന് മഴയുണ്ടായി എന്ന് പറഞ്ഞാൽ എല്ലാം അനുകൂലമായി. ദെൻ ഫൈനൽ പ്രോഡക്റ്റ് വരും, അന്നവും ഭൂതവും. ഇനിയിപ്പോൾ സൃഷ്ടിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഓൾമോസ്റ്റ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് ബിഗ് ബാങ് തിയറിയാണ്. ബിഗ് ബാങ്, ഒരു പൊട്ടിത്തെറി. അതിനു മുമ്പ് എന്തുണ്ടായിരുന്നു? പ്രൈമറി എഗ്. ഏതാണ്ട് എത്ര വലിപ്പം ഉണ്ടാവും ചോദിക്കരുത്, അത് എവിടെയാണെന്നും ചോദിക്കരുത്. കാരണം ഈ പ്രൈമറി എഗ് ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ് ആണ്. നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. സിംഗുലാരിറ്റി എന്നാണ് വാക്ക്. ഏതായാലും അത് പൊട്ടിത്തെറിച്ച ശേഷമുള്ള ചരിത്രമൊക്കെ കഴിയുന്നത്ര അവർ ഒപ്പിയെടുത്ത് പറഞ്ഞു തരും കേട്ടോ. ഒരു സെക്കൻഡിന് 40 ഒരംശത്തിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. മാത്രമല്ല അത് ഇന്നത്തെ ഈ യൂണിവേഴ്സിനെ കുറിച്ച് പറയുക എക്സ്പാൻഡിങ് യൂണിവേഴ്സ് എന്നാണ്. അപ്പം അവർ കാൽക്കുലേറ്റ് ചെയ്തതൊക്കെ കൃത്യമാണ്. ഇപ്പോഴിത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എക്സ്പാൻഷന്റെ ആ ഒരു ഇപ്പോഴത്തെ ഒരു വേഗത ഇതൊക്കെ കണക്കാക്കിയിട്ടാണ് അവർ പൊട്ടിത്തെറിയുടെ ആദ്യ നിമിഷങ്ങളിലേക്ക് പോയത്. അപ്പം അങ്ങനെ ബിഗ് ബാങ് ഉണ്ടായി, പ്രൈമറിയൊക്കെ പൊട്ടിത്തെറിച്ചതൊക്കെ ഉണ്ടായി. ഭൂമിയുടെ സംഭവനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സങ്കല്പനം എന്താണ്? ഇതൊരു നക്ഷത്രത്തിൽ നിന്ന് പൊട്ടി വന്നതാണ്, സൂര്യനിൽ നിന്ന് വന്നത്. സൂര്യൻ എങ്ങനെയാണ് ഫോം ചെയ്തത്? അതിനെയാണ് നെബുല തിയറി എന്ന് പറയുന്നത്. വാതക മേഘ സിദ്ധാന്തം. ഗലാൻറ്റിക് ഗ്യാസും ഡസ്റ്റും ഒക്കെ ഇങ്ങനെ കറങ്ങി അതാണ് ചലനം. പിന്നെ ആ കറക്കത്തിന് ചില പേർപ്പസ് ഒക്കെ ഉണ്ടായി. അതിൻ്റെ ചില കണങ്ങളൊക്കെ കൂടി ചേർന്ന സമയത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വന്നു. അതനുസരിച്ച് ബാക്കിയുള്ളതിനെയൊക്കെ അട്രാക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരു നക്ഷത്രം ഫോം ചെയ്തതെന്നാണ്. അങ്ങനെ 200 കോടി ഗാലക്സികളുണ്ട്. ഒരു ഗാലക്സിയിൽ തന്നെ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ. ഇതൊക്കെ കൂടി ഒരു കാവ്യാത്മകമായിട്ട് ഇവിടെ അവതരിപ്പിച്ചു തന്നിരിക്കുക. ഇപ്പൊ ഇവിടുത്തെ മെസ്സേജ് എന്താ? ബി കണക്റ്റഡ്. മനസ്സിലായില്ലേ? ബി കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ വാട്ട് എവർ യു വാണ്ട് യു ക്യാൻ accept, consume, but at the same time you have to give back, pay back. എടുക്കുക, അതിലേറെ കൊടുക്കുക, അനുഭവിക്കുന്നതിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക. ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് സന്ദേശം. Is it clear? ഇനി ശ്ലോകങ്ങൾ നോക്കിക്കോളൂ. അന്നാദ്ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാദ്ഭവതി പർജന്യഃ യജ്ഞകർമ്മ സമുദ്ഭവഃ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത്. അത്രയും പറഞ്ഞാൽ മനസ്സിലായല്ലോ. അത് നേരത്തെ പറഞ്ഞ ഓർഡറാണ്.
ഭൂതജാലങ്ങൾ ഉണ്ടായത് അന്നത്തിൽ നിന്ന്, അന്നം ഉണ്ടായത് പർജന്യനിൽ നിന്ന്, മഴയിൽ നിന്ന്, മഴയുണ്ടായത് യജ്ഞത്തിൽ നിന്ന്, യജ്ഞം ഉണ്ടായത് കർമ്മത്തിൽ നിന്ന്, കർമ്മം ഉണ്ടായത് ബ്രഹ്മത്തിൽ നിന്ന്. ഈ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എല്ലാമായി തീരാനുള്ള സാധ്യതയാണ്. മുട്ടയിടാൻ തയ്യാറായിരിക്കുന്ന കോഴിയെ പോലെ, അതാണ് ബ്രഹ്മാവസ്ഥ. മായാശവളം ബ്രഹ്മ എന്ന് പറയും. പ്യോർ സെൻസിൽ അത് അക്ഷരമാണ്. ഇൻ അബ്സല്യൂട്ട് സെൻസ് ഇറ്റ് ഇസ് അക്ഷരം, നാശരഹിതമായ തത്വം. അതിൽ നിന്ന് ആദ്യ ചലനങ്ങൾ ഉണ്ടായി, അത് പിന്നെ ഓർഗനൈസ്ഡ് ആയപ്പോൾ യജ്ഞമായി, അതിൽ നിന്ന് മേഘങ്ങളും മഴയും ഒക്കെ ഉണ്ടായി, അതിനനുസരിച്ച് അന്നമുണ്ടായി, പിന്നെ പ്രജയും ഉണ്ടായി. എന്നിട്ട് കൺക്ലൂഡ് ചെയ്യാണ് ഭഗവാൻ. എന്താ കൺക്ലൂഷൻ? തസ്മാത്, അതുകൊണ്ട്, സർവഗതം ബ്രഹ്മ, ബ്രഹ്മം സർവഗതമാണ്. കാരണതത്വം ഇവിടെയൊക്കെ അവൈലബിൾ ആണ്. കേട്ടില്ലേ? അതെവിടെ പ്രതിഷ്ഠിതമായിരിക്കുന്നു? നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം, യജ്ഞത്തിൽ പ്രതിഷ്ഠിതമാണ്. അതുകൊണ്ട് യജ്ഞം ചെയ്യുമ്പോൾ നിങ്ങൾ ഈ അറിവിന്റെ ലോകത്തിലേക്ക് ഉയരും. അതുകൊണ്ട് ചെയ്യുന്നതൊക്കെ യജ്ഞമാക്കി മാറ്റും. എന്താ യജ്ഞമാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ലളിതമായ അർത്ഥത്തിൽ ഫോർ ദി കോമൺ ഗുഡ്, ലോക കല്യാണാർത്ഥം ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ അക്കമിട്ട് നമ്മൾ മനസ്സിലാക്കിയത് വ്യക്തമായില്ലേ? ഇത് ചെയ്യാത്തവനെ കുറിച്ച് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ, 16ാമത്തെ ശ്ലോകത്തിൽ പറയും. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയഃ അഘായുരിന്ദ്രിയാരാമഃ മോഘം പാർത്ഥ സജീവതി. ഏവം പ്രവർത്തിതം ചക്രം, ഇപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു ചാക്രികമായിട്ട് പ്രവർത്തിക്കുന്നു. ഈ ചക്രത്തെ നമുക്ക് വിവിധ രീതിയിൽ കാണാം കേട്ടോ. ഉദാഹരണമായിട്ട് ഒരു ചക്രം നമ്മളൊക്കെ നന്നായി ആസ്വദിക്കുന്ന ഒരു ചക്രമാണ്. എന്താ അത്? പകല് സൂര്യൻ നന്നായിട്ട് ജ്വലിക്കുന്നത് പ്രമാണിച്ച് ജലം നീരാവിയായി ഉയർന്ന് മേഘമായി പരിണമിച്ച് ആകാശത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചത് മഴയായി പെയ്ത് ഉറവയെടുത്ത് അരുവിയായി ഒഴുകി പുഴയായി മാറി വീണ്ടും സാഗരത്തിൽ എത്തിച്ചേരുന്നു. അത് വീണ്ടും ഉയർന്ന്, കേട്ടില്ലേ? അതൊരു ചക്രം. ഇതുപോലെ നമ്മൾ ആഹാരം കഴിക്കുന്നതും, ആഹാരം കഴിച്ചു, ശരീരം പോഷിക്കപ്പെടുന്നു, അതിന്റെ വേസ്റ്റ് മലമായിട്ട് പോകുന്നു, അത് വീണ്ടും ചെടികൾ സ്വീകരിക്കുന്നു. മനസ്സിലായി? അവിടെ ഒരു ചക്രം. ഇങ്ങനെ ഒരുപാട് യജ്ഞചക്രങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഏവം പ്രവർത്തിതം ചക്രം, ഇപ്രകാരം പ്രവർത്തിക്കുന്ന ഈ യജ്ഞചക്രത്തെ ന അനുവർത്തയതി യഹ, ആരൊരാൾ അനുവർത്തിക്കുന്നില്ലയോ, ആരൊരാൾ ഈ ഒരു സ്പിരിറ്റോട് കൂടി ഇവിടെ വർത്തിക്കുന്നില്ലയോ, അനുവർത്തയതി ഹയഃ അഘായുഹു, അവൻ പാപായുസ്സോടുകൂടിയവനാണ്. പാപായുസ്, അവന്റെ ജീവിതം വ്യർത്ഥമാണ്. അഘായു, അവനെ കുറിച്ച് എന്താ പറയാ? ഇന്ദ്രിയാരാമ, ഇന്ദ്രിയങ്ങളെ ഇക്കിളിപ്പെടുത്തിക്കൊണ്ടുള്ള സുഖത്തിൽ മാത്രമാണ് ആളുടെ ശ്രദ്ധ. ഒരു നന്ദിയില്ല, സ്നേഹമില്ല, സേവനമില്ല. വിടില്ലേ? കിട്ടണം 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 കിട്ടണം, ചൂഷണമാണ്. അഘായുരിന്ദ്രിയാരാമ മോഖം പാർത്ഥ സജീവതി, അവന്റെ ജീവിതം വ്യർത്ഥമാണ്. അമ്മയ്ക്ക് ഗർഭഭാരം കൊടുത്തു, അങ്ങനെ ഒരു ദ്രോഹിയാണ്. ഒരു നോക്കുകുത്തിയുടെ പ്രയോജനം പോലും അയാളെ കൊണ്ടുണ്ടാവുന്നില്ല. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഭൂമിക്ക് ഭാരമായി എന്നൊക്കെ പറയുക. അഘായുരിന്ദ്രിയാരാമ മോഖം പാർത്ഥ സജീവതി, അവന്റെ ജീവിതം വ്യർത്ഥമാകും. ഇത്രയും പറഞ്ഞ ശേഷം ആ പ്രകരണം ഭഗവാൻ ക്ലോസ് ചെയ്തു. 8ാമത്തെ ശ്ലോകം മുതൽ
16-ാമത്തെ ശ്ലോകം വരെ യജ്ഞൈസം വ്യക്തമാക്കി. ഇനി ചില അനുബന്ധ വിഷയങ്ങളുണ്ട്, അത് പിന്നീട് ചർച്ച ചെയ്യും. അതിനു മുമ്പ് ഭഗവാൻ എന്താണ് നമുക്ക് ലക്ഷ്യമിടേണ്ടത് എന്ന് വ്യക്തമാക്കി തരിക. ലക്ഷ്യബോധം പ്രധാനമാണല്ലോ. ഇപ്പൊ ഭഗവാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ലോകേസ്മിൻ വിവിധാനിഷ്ഠ, ജ്ഞാനയോഗേന സാഖ്യാനം കർമ്മയോഗേന യോഗിനം. അതിൽ കർമ്മയോഗേന എന്നുള്ളതാണ് ഇതുവരെ വിശദീകരിച്ചത്. ഇനി ജ്ഞാനികളുടെ നിഷ്ഠാവസ്ഥയെ കുറിച്ച് പറയാം. 17, 18 ശ്ലോകങ്ങൾ. യസ്ത്വാത്മരതിരേവ സ്യാത് സ്വാത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യത്തെ തസ്യ കാര്യം ന വിദ്യത്തെ നൈവ തസ്യ കൃതേനാർത്ഥഃ നൈവ തസ്യ കൃതേനാർത്ഥഃ നാകൃതേനേഹ കശ്ചന നാകൃതേനേവ കശ്ചന ന ചാസ്യ സർവഭൂതേഷു ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയഃ. കശ്ചിദർത്ഥവ്യപാശ്രയഃ. ഈ ശ്ലോകം പരിചയപ്പെടുത്താൻ ശ്ലോകങ്ങൾ സെയിം ആയതുകൊണ്ട് ദൃഷ്ടാന്തങ്ങളും ഉദാഹരണങ്ങളും സ്വാഭാവികമായിട്ടും സെയിം ആവും. ചിലതൊക്കെ ഞങ്ങൾ അവിടെ എവിടെയൊക്കെ മാറ്റി പറയും. പക്ഷേ ഈ ശ്ലോകങ്ങൾ പരിചയപ്പെടുത്താൻ ഉത്തമമായ ഒരു ദൃഷ്ടാന്തം അത് തോന്നിയിട്ടുള്ളത് രാമകൃഷ്ണ പരമഹംസരുടെ കഥയാണ്. രാമകൃഷ്ണ പരമഹംസർ എന്നും സായാഹ്നത്തിൽ വിവേകാനന്ദ സ്വാമികളൊക്കെ വന്ന് പ്രശസ്തനാവുന്നതിനൊക്കെ മുമ്പ് തന്നെ അവിടെ ദക്ഷിണേശ്വര ക്ഷേത്രത്തിലെ പൂജകനായിട്ട് വർത്തിക്കുന്ന കാലത്ത് വൈകുന്നേരമായി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ഇങ്ങനെ ഗ്രാമ്യമായിട്ടുള്ള ശൈലിയിൽ കാര്യങ്ങൾ ഇങ്ങനെ പറയും. അത് കേൾക്കാൻ പലരും വന്നിരിക്കും അത്രേ. അത് കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചിലപ്പോൾ ഭാവസമാധിയിലാണ്, പിന്നെ ഒന്നും സംസാരിക്കില്ല. അപ്പൊ ആളുകൾ എണീറ്റ് പോകും. ഇതാണ് പതിവ്. ഒരു ദിവസം ഇങ്ങനെ പ്രഭാഷണം നടക്കുന്നതിനിടയിൽ, പ്രഭാഷണം തുടങ്ങി, അല്ലെങ്കിൽ സത്സംഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിട്ടയോടെ പറയുമെന്നല്ല, നാട്ടുവർത്താനം പറയുന്ന പോലെ അങ്ങനെ പറയും. അത് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ ഒരു മദ്യപൻ ആള് കയറി വന്നു ഇരുന്നു. അവർക്ക് ഇങ്ങനെ അനങ്ങാതിരിക്കാനൊന്നും പറ്റില്ല. അവര് കേൾക്കണ്ടോ ആവും, പക്ഷെ വന്നിരിക്കും. ഒരനുഷ്ഠാനം പോലെ ആള് കയറി അനങ്ങാതിരിക്കില്ല. ചിലപ്പോഴവരെന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുകയോ ചെയ്യും. അത് കഴിഞ്ഞ് പരമഹംസര് ഒരു ഭാവസമാധിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ എണീറ്റ് പോവുകയും ചെയ്യും. കുറച്ചു നേരം എനിക്ക് എണീറ്റ് പോകും. ഇതായിരുന്നു പതിവ്. മറ്റുള്ളവർക്കൊക്കെ ഇതൊരു അസ്ഥിതിയായി. ഇങ്ങനെ വന്നിരിക്കും, എണീറ്റ് പോകും. പിന്നെ ഇരുന്നാലും ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുപ്പിക്കൊണ്ടും പിന്നെ മുഖം തുടച്ചുകൊണ്ടും ചിലരൊക്കെ ഇങ്ങനെ തുറച്ചു നോക്കുക, അങ്ങനെ അതൊക്കെ മറ്റുള്ളവർക്കൊരു അസ്ഥിതിയായി. അപ്പൊ അവര് എന്നിട്ട് രാമകൃഷ്ണരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടിയം വന്നിരിക്കുന്നുണ്ട്. രാമകൃഷ്ണരോട് പറഞ്ഞു, ഞാൻ ആരോടും വരാനൊന്നും പറയണില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ആരോടും പോവാനൊന്നും പറയാൻ പറ്റില്ല. വരട്ടെ പോട്ടെ, അതൊന്നും നമ്മൾ നോക്കണ്ട. ഒരു ദിവസം എന്ത് സംഭവിച്ചു എന്നറിയാമോ? ഇങ്ങനെ എത്തിയത് വളരെ വൈകി. അതുകൊണ്ട് വന്നിരുന്ന് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും രാമകൃഷ്ണ സമാധി, ഭാവസമാധി. ബാക്കിയുള്ളവരൊക്കെ പതിപോലെ എണീറ്റു.
ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയും മനുഷ്യനെ. കുറെ കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോ ഇതെന്ത് ഇരിപ്പാ മനുഷ്യന്. രാമേശ്വരം ഞാനിങ്ങനെ ഇത് പതിവാണ്. അതെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഞാൻ കുറെ മുന്നോട്ടേക്കൊക്കെ വന്നിരുന്നു. ആരൊക്കെ അതെ, ഇതേതാ ബ്രാൻഡ്? എന്താ കാരണം? ഒരുമാതിരിപ്പെട്ട ബ്രാൻഡൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ജാതിരിപ്പ് ഇതുവരെ സാധിച്ചു. രാമേശ്വര അവസരം പറഞ്ഞു തരൂല. കേട്ടില്ലേ? താൻ എല്ലാ ദിവസവും വാ, അപ്പൊ ബോധ്യാവും. ഈ കഥയിൽ കുറച്ചൊക്കെ മസാല കടന്നുണ്ടാവും കേട്ടോ. പക്ഷെ സംഭവിച്ചതാണ്, കഥ സംഭവിച്ചതാണ്. മദ്യപൻ കേട്ടു തുടങ്ങിയതും ബ്രാൻഡ് അന്വേഷിച്ചതും പറഞ്ഞുതരാമെന്ന് പറഞ്ഞതും ക്രമേണ അദ്ദേഹം അതൊക്കെ ഉപേക്ഷിച്ച് നല്ല സാധകനായി മാറി. ഇതൊക്കെ വസ്തുതയാണ്. ഞങ്ങൾ പറയുമ്പോ പിന്നെ കുറച്ചത് ഏതാ ബ്രാൻഡ് എന്നാണ് ചോദ്യം. ആ ബ്രാൻഡിന്റെ ഉത്തരമാണ് 2 ശ്ലോകങ്ങൾ. ഏതാ ബ്രാൻഡ്? ആത്മാ ബ്രാൻഡ്. ഇനി ശ്ലോകാർത്ഥം നോക്കൂ. യഹാതു, ആരുടെ കാര്യത്തിലാണോ ആത്മരതി, ആത്മാവിൽ രതി, ആത്മാവിൽ തന്നെ തൃപ്തി, ആത്മതൃപ്തശ്ച. ഇനി സന്തുഷ്ടിയോ? അതും ആത്മാവിനെ ആശ്രയിച്ചു തന്നെ. 3 കാര്യങ്ങളാണ്: രതി, തൃപ്തി, തുഷ്ടി. ഇത് 3ഉം ആത്മസംബന്ധിയാണ്. അപ്പൊ ഏതാ ബ്രാൻഡ്? ആത്മാ ബ്രാൻഡ്. നമ്മുടെയൊക്കെ ബ്രാൻഡ് ഏതാ? ഇടിയപ്പം ബ്രാൻഡ്, ദോശ, ഇഡ്ലി, പായസം, ഐസ്ക്രീം. കേട്ടില്ലേ? മിഴി തുറന്നപ്പോൾ സീരിയൽ, അങ്ങനെ ഉണ്ടോന്നറിയില്ല. ഇങ്ങനെ നമ്മളെ അട്രാക്ട് ചെയ്യുന്നത്, നമുക്ക് സുഖം കിട്ടുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പലതാണ്. അതൊക്കെയാണ് ബ്രാൻഡ്. ഇവർക്ക് കുറെ ബ്രാൻഡ് നെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ. യേശു ക്രിസ്തു എന്ന് ബ്രാൻഡ് ഉണ്ട് അത്ര. 3-ാമത്തെ ദിവസമേ ഉയർത്തെഴുന്നേൽപ്പുണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ ബ്രാൻഡ്സ് പലതാണ്. അതിൽ നിന്നൊക്കെയാണ് നമുക്ക് തുഷ്ടിയും തൃപ്തിയും അതുപോലെ രതിയും ഒക്കെ കിട്ടുന്നത് നമ്മൾ വിചാരിക്കുന്നു. ശരിക്കത് വാസ്തവല്ല. വാസ്തവം എന്താണ്? ഐസ്ക്രീം കഴിച്ച് സുഖിക്കുന്നവനും സുഖം നുകരുന്നത് അവനവനിൽ നിന്ന് തന്നെയാണ്. വിവരം അറിയാത്തതുകൊണ്ട് ഐസ്ക്രീമിനെ ആശ്രയിക്കുന്നു. എക്സാമ്പിൾ പറയുകയാണെ, നമ്മുടെ എല്ലാ സുഖാനുഭവങ്ങളെയും സുഖഭോഗങ്ങളെയും ഈ രീതിയിൽ മനസ്സിലായിക്കൊള്ളണം. കേട്ടില്ലേ? ആത്മാ ബ്രാൻഡ്. ഇതാണ് ജീവിതത്തിൽ ആത്യന്തിക ലക്ഷ്യമാക്കി വെക്കേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. പിന്നെ പറയുന്നത് എന്താണ് നമുക്ക് പിന്നീട് നോക്കാം. ഏതായാലും ഈ 2 ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞു വെക്കുന്നത് എന്താണ്? ഇതാണ് നിങ്ങൾ ജീവിതത്തിൽ ആത്യന്തിക ലക്ഷ്യമായിട്ട് പരിഗണിക്കേണ്ടത്. ഏതാത്? ആത്മാവിൽ രതി. യസ്ത്വാത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. As far as that person is concerned, nothing is there to do. അയാൾക്ക് ഒരു കർത്തവ്യ കർമ്മവുമില്ല. കാരണം എന്താണ്? കാമമില്ല. എന്ത് കാമം? സുഖം വേണം എന്നുള്ള കാമം. മനസ്സിലായില്ലേ?
നമ്മളിൽ നിന്ന് അയാൾ വ്യത്യസ്തനാണ്. അയാൾക്ക് നിരന്തര സുഖമാണ്, നിരന്തര സുഖമാണ്. എന്താ കാരണം? സുഖസ്വരൂപിയായ ആത്മാവിൽ നിന്ന് നേരിട്ട് ടാപ്പ് ചെയ്തെടുക്കുക. ഈ അടുത്ത് ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ മരണം സംബന്ധിച്ച് പല ക്ലിപ്പിങ്ങുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിണറായി വിജയൻ ശ്രീനിവാസനുമായിട്ടുള്ള ഒരു ഡിസ്കഷൻ. പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചോദിക്കുകയാണ്, അങ്ങ് ഈശ്വരവിശ്വാസിയാണോ? അപ്പം അദ്ദേഹത്തിൻ്റെ ഈശ്വരവിശ്വാസത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞു. അപ്പം പിണറായി ഗംഭീരമായൊരു ശ്ലോകം ചൊല്ലിട്ടോ, ഉള്ളിലിരിക്കുന്ന ദൈവത്തെ പുറത്ത് തേടുന്നവര് കയ്യിൽ കിട്ടിയ പായസം കുടിക്കുന്നതിന് പകരം പുറത്ത് നിൽക്കുന്ന പോലെയാണ്. അപ്പൊ ഇത് മുഴുവൻ പോവുകയും ചെയ്യും. ശ്ലോകം. ശരിക്കും എല്ലാ സുഖങ്ങളുടെയും സോഴ്സ് ആത്മാവാണ്. കേട്ടില്ലേ? കാമനകൾ, ആഗ്രഹങ്ങൾ വരുന്നത് സൂര്യനെ മറയ്ക്കുന്ന മേഘം പോലെയാണ്. സൂര്യനെ മറയ്ക്കുന്ന മേഘം പോലെ കാമനകൾ വന്ന് മൂടുന്നു. അപ്പൊ സൂര്യപ്രകാശം തടസ്സപ്പെടില്ലേ? ഇതുപോലെയാണ് നമുക്ക് സുഖഭംഗം ഉണ്ടാവുന്നത്. ആ മേഘം അങ്ങോട്ട് നീങ്ങാണ് ഭോഗ്യ വിഷയങ്ങൾ അനുഭവിക്കുന്ന സമയത്ത്. അപ്പൊ നമ്മൾക്ക് സുഖം കിട്ടുന്നത് എവിടുന്നാ? ആത്മസൂര്യനിൽ നിന്നാണ്. അപ്പൊ ആത്മസൂര്യന്റെ സുഖഭാവത്തെ കാമനകളാകുന്ന മേഘം മറയ്ക്കുന്നു. ഭോഗസമയത്ത് ആ കാമനയാകുന്ന മേഘം നീങ്ങുമ്പോൾ ആത്മാനന്ദം അനുഭൂതമാവും. ഇതാണ് വസ്തുത. കേട്ടില്ലേ? പക്ഷെ അതിൽ ഉറയ്ക്കാൻ അത്ര എളുപ്പമല്ല. എന്താ കാരണം? പുറത്താണ് സുഖം എന്നുള്ള പല തരത്തിലുള്ള വാസനകൾ നമ്മുടെ ഉള്ളിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അതാണ് രാഗദ്വേഷമായിട്ട് നമ്മളെ ഇപ്പോൾ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് ശമിക്കാതെ ഈ അറിവിന്റെ നിഷ്ഠ ഉണ്ടാവില്ല. ഇതാണ് തടസ്സം. വ്യക്തമുണ്ടെന്ന് വിചാരിക്കട്ടെ. വിഷയങ്ങളിലായിരുന്നു സുഖമെങ്കിൽ നിങ്ങൾ സൗകര്യം പോലെ മനനം ചെയ്താൽ മതി. ഒരു വിഷയത്തിലായിരുന്നു സുഖമെങ്കിൽ ഒരു വിഷയം എല്ലാവർക്കും എല്ലാ കാലത്തും സുഖം കൊടുക്കണമായിരുന്നു. ശരിയല്ലേ? ഉദാഹരണമായിട്ട് അഗ്നിയിൽ ചൂടുണ്ട്, ആര് തൊട്ടാലും ചൂടാ. ഇതുപോലെയാണോ വിഷയത്തിന്റെ അവസ്ഥ? എനിക്കിഷ്ടമുള്ളത് വേറൊരാൾക്ക് ഇഷ്ടമില്ല, എനിക്ക് സുഖം തരുന്ന വേറൊരാൾക്ക് സുഖം തരുന്നില്ല. മനസ്സിലായില്ലേ? ഇനി വിഷയത്തിലായിരുന്നു സുഖമെങ്കിൽ വിഷയത്തിന്റെ ഭോഗത്തിൽ മാത്രമേ സുഖം ഉണ്ടാവാൻ പാടുള്ളൂ. ചിലപ്പോഴൊക്കെ നമ്മൾ ആലോചിച്ചിരുന്നു സൂഹിക്കാറില്ലേ? ഏതോ ഒരു സുഖാനുഭവത്തെ ഓർമ്മിച്ചെടുത്തും നമ്മൾ സൂഹിക്കും. വിഷയത്തിലായിരുന്നു സുഖമെങ്കിൽ അത് അനുഭവിക്കുമ്പോൾ മാത്രമേ സുഖം ഉണ്ടാവാൻ പാടുള്ളൂ. ഇതാണെങ്കിലോ വിഷയത്തിന്റെ സ്മൃതിയിൽ സുഖമുണ്ട്. ഇനി ചിലതൊക്കെ ഉപേക്ഷിക്കുമ്പോഴാണ് സുഖം. ശരിയല്ലേ? ചിലത് ഉപേക്ഷിക്കുമ്പോഴാണ് സുഖം. വിഷയത്തിന്റെ ത്യാഗത്തിൽ സുഖം, ഭോഗത്തിൽ സുഖം, സ്മൃതിയിൽ സുഖം. ഉറക്കത്തിൽ എന്ത് അനുഭവിച്ചിട്ടാണ് സുഖിക്കുന്നത്? വിഷയങ്ങളുടെ സമ്പൂർണ്ണ അഭാവത്തിൽ സുഖം. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? സുഖം വിഷയാധിഷ്ഠിതമല്ല. സൗകര്യം പോലെ മന്നം ചെയ്യണേ. വിഷയത്തിലായിരുന്നു സുഖമെങ്കിൽ ഒരേ വിഷയം എല്ലാവർക്കും എല്ലാ കാലത്തും സുഖം കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് തന്നെ എല്ലാ കാലത്തും സുഖം കൊടുക്കണമായിരുന്നു. വിഷയത്തിലായിരുന്നു സുഖമെങ്കിൽ വിഷയത്തിന്റെ ഭോഗത്തിൽ മാത്രമേ സുഖം തോന്നാൻ പാടുള്ളായിരുന്നു. വിഷയത്തിന്റെ ത്യാഗത്തിലും വിഷയത്തിന്റെ അഭാവത്തിലും വിഷയത്തിന്റെ സ്മൃതിയിലും ദുഃഖം തോന്നണമായിരുന്നു. ഉറക്കത്തിൽ നമുക്ക് ദുഃഖമേ ഇല്ല. അപ്പൊ സോഴ്സ് എന്ന് പറയുന്നത് ആത്മാവ്. അത് സാധിച്ച ആളാണ് തത്വജ്ഞാനി. അയാൾക്ക് ആത്മരതി, ആത്മതുഷ്ടി, ആത്മതൃപ്തി.
തസ്യ കാര്യം ന വിദ്യതേ, അയാൾക്ക് കർമ്മങ്ങളില്ല. പിന്നെയോ നൈവ തസ്യ കൃതേനാർത്ഥഃ നാകൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയഃ. അയാൾക്ക് ചെയ്തത് കൊണ്ട് ഒന്നും നഷ്ടമാവുന്നില്ല, ചെയ്യാത്തത് കൊണ്ട് നഷ്ടമാവുന്നില്ല, ചെയ്തത് കൊണ്ടൊന്നും കിട്ടുന്നില്ല. ചെയ്യാത്തത് കൊണ്ട് പ്രത്യവായ ദോഷമൊക്കെ ഉണ്ടാവുന്ന ഇദ്ദേഹത്തെ അതൊന്നും ബാധിക്കുന്നില്ല. ചെയ്യുന്നത് കൊണ്ടൊന്നും പ്രത്യേകമായിട്ട് നേടുന്നില്ല, നേടാനുമില്ല. ചെയ്യാത്തത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ദോഷം ഉണ്ടാവും, അതുമില്ല. നൈവ തസ്യ കൃതേന അർത്ഥ, ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു അർത്ഥം, നേട്ടം, പ്രയോജനമില്ല. ന അകൃതേന, ചെയ്യാതിരിക്കുന്നത് കൊണ്ട് നേട്ടമോ കോട്ടമോ ഇല്ല. നചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയ, ഒരു ഭൂതജാലവുമായിട്ടും അർത്ഥവ്യപാശ്രയം ഇദ്ദേഹത്തിനില്ല, ആശ്രയത്വമില്ല. ഇതാണ് ആത്മനിഷ്ഠന്റെ സ്വാതന്ത്ര്യം. കേട്ടില്ലേ? ആത്മനിഷ്ഠന്റെ സ്വാതന്ത്ര്യം. ഇതാണ് നമ്മൾ ജീവിതത്തിന്റെ ഏറ്റവും ആത്യന്തിക നേട്ടമായിട്ട് ഗണിച്ച് ലക്ഷ്യമിട്ട് പരിശ്രമിക്കേണ്ടത്. അപ്പൊ യജ്ഞം ചെയ്യുമ്പോൾ ഇത് ഓർമ്മ വേണം. കർമ്മഫല പ്രതീക്ഷയൊക്കെ ജയിച്ച് പ്രസാദ ബുദ്ധിയോടെ അനുഭവിച്ച് രാഗദ്വേഷത്തെ ജയിച്ച് മനസ്സിനെ സമനില നിർത്താനൊക്കെ ഉത്സാഹിക്കുന്ന എന്തിനു വേണ്ടിയാ? ആത്മനിഷ്ഠ കൈവരിക്കാൻ വേണ്ടി. ക്ലിയർ? യസ്മാത് ത്വം ഏവം ഭൂതഃ ജ്ഞാനി. അടുത്ത ശ്ലോകത്തിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഭഗവത്പാദർ പറഞ്ഞു തരികയാണ്. ഹേ അർജുന, ത്വം ഏവം ഭൂതഃ ജ്ഞാനി ന, ഭവാൻ ഈ വിധത്തിലുള്ള ഒരു ജ്ഞാനി അല്ല. കേട്ടില്ലേ? കിന്തു കർമാധികൃത, ഭവാൻ കർമ്മത്തിന് അധികാരിയാണ്, മുമുക്ഷുവാണ്, മോക്ഷം നേടണമെന്ന് ആഗ്രഹിക്കുന്നവനാണ്, ശ്രേയസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവനാണ്. അതുകൊണ്ട് തസ്മാദസക്തഃ സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷഃ. തസ്മാദസക്തഃ സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷഃ. തസ്മാത്, അതുകൊണ്ട്. ഏതുകൊണ്ട്? നീ ഈ വിധത്തിലുള്ള ആത്മനിഷ്ഠനാവാത്തത് കൊണ്ട്. സതതം, എല്ലായ്പ്പോഴും. അസക്തഃ, ഒട്ടലില്ലാത്തവനായിട്ട്. കാര്യം കർമ്മ, സ്വധർമ്മത്തെ. അതൊക്കെ വിശദീകരിച്ചതാണല്ലോ അല്ലെ? സമാചര, അനുസരിച്ചാലും. അതുകൊണ്ട് അർജുന, എല്ലായ്പ്പോഴും സ്വധർമ്മത്തെ ചെയ്താലും. എന്തുകൊണ്ട്? നീ ഈ ജ്ഞാനി ആവാത്തതുകൊണ്ട്. നിനക്കെന്താണ് ലക്ഷ്യമാവേണ്ടത്? രാഗദ്വേഷങ്ങളെ ജയിച്ച് അന്ധകരണ ശുദ്ധി നേടുക എന്നുള്ളത് ലക്ഷ്യമാവട്ടെ. അന്ധകരണ ശുദ്ധി കിട്ടിയാലോ അറിവ് നേടാൻ ഉപകാരമാവും. മനസ്സിലായില്ലേ കണക്ഷൻ? തസ്മാദസക്തഃ സതതം കാര്യം കർമ്മ സമാചര അസക്തഃ ഹി ആചരൻ കർമ്മ. ഒട്ടലില്ലാത്തവനായിട്ട് കർമ്മം ചെയ്താൽ പരം ആപ്നോതി പൂരുഷഃ, ആ വ്യക്തി പരമമായ തത്വത്തെ പ്രാപിക്കാൻ സമർത്ഥനാവും. പൂരുഷഃ പരം ആപ്നോതി. എങ്ങനെയാണ് പരമതത്വത്തെ പ്രാപിക്കുക? സത്വശുദ്ധി ജ്ഞാനപ്രാപ്തി ദ്വാരേണ പരമമോക്ഷം ആപ്നോതി. ആദ്യം സത്വശുദ്ധി ഉണ്ടാവുന്നു, അന്ധകരണ ശുദ്ധി ഉണ്ടാവുന്നു. അന്ധകരണ ശുദ്ധി എന്ന് പറഞ്ഞാൽ രാഗദ്വേഷങ്ങളെ ജയിച്ച അവസ്ഥ. സത്വശുദ്ധി, ജ്ഞാനപ്രാപ്തി, ഗുരു അനുഗ്രഹം കൊണ്ട് ജ്ഞാനം ഉണ്ടാവുന്നു. എന്താ ജ്ഞാനം? അഹം ബ്രഹ്മാസ്മി എന്ന ജ്ഞാനം. ഗുരു എന്താ ഉപദേശിക്കുക? തത്വമസീന്ന് ഉപദേശിക്കുക. പ്രാപ്തിദ്വാരേണ പരമമോക്ഷം ആപ്നോതി. അങ്ങനെയാണ് ഇയാൾ പരമമോക്ഷത്തെ പ്രാപിക്കുക. സമ്പ്രദായം മനസ്സിലായല്ലോ? ഇനി ഭഗവാൻ പറയുന്നു, എടോ അർജുന, നിന്റെ കുലത്തിലൊക്കെ പ്രശസ്തനായിട്ടുള്ള ജനകനെ നോക്കൂ. കർമ്മണൈവ ഹി സംസിദ്ധിം
हि संसिद्धिम् आस्थिता जनकादयः आस्थिताजनतादयः लोकसङ्ग्रहमेवापि लोकसङ्ग्रहमेवापि सम्पश्यन् कर्तुमर्हसि सम्पश्यन्तत्वमर्हसि कर्मणैव हि संसिद्धिमास्थिता जनकादयः लोकसङ्ग्रहमेवापि सम्पश्यन् कर्तुमर्हसि. കർമ്മണ ഏവ, കർമ്മം കൊണ്ട് തന്നെയാണ്, കർമ്മണൈവ ഹി നിശ്ചയമായിട്ടും, സംസിദ്ധിമാസ്ഥിതാ സംസിദ്ധിയെ പ്രാപിച്ചത് ആര്? ജനകാദയ, ജനകൻ മുതലായവര്, വിശ്വാമിത്രൻ, അശ്വതി, ഭഗീരഥാദി പ്രഭൃതയ, ഭഗീരഥൻ, വിശ്വാമിത്രൻ, അശ്വതി മുതലായവരൊക്കെയും കർമ്മണായേവ, കർമ്മത്തിന്റെ മാർഗത്തെ അവലംബിച്ചുകൊണ്ട് തന്നെയാണ് സംസിദ്ധിമാസ്ഥിത, സംസിദ്ധിയെ പ്രാപിച്ചത്. ഇവിടെ സംസിദ്ധി എന്നുള്ള പ്രയോഗത്തെ ശങ്കരാചാര്യർ രണ്ട് പ്രകാരത്തിൽ വ്യാഖ്യാനിക്കും. ഒന്ന് മോക്ഷം എന്നുള്ള അർത്ഥത്തിൽ. മോക്ഷം എന്ന അർത്ഥത്തിൽ പരിഗണിക്കുമ്പോൾ കർമ്മണ ഏവ മോക്ഷം എന്ന് പറയരുത്. കർമ്മം കൊണ്ട് അന്ധകരണശുദ്ധി ഉണ്ടായി, അന്ധകരണശുദ്ധിക്കനുസരിച്ച് ജ്ഞാനം നേടിയിട്ട് മോക്ഷം എന്ന് ഓർമ്മിച്ചോളൂ. കാരണം അറിവുകൊണ്ട് മാത്രമേ മോക്ഷം ഉണ്ടാവൂ. കർമ്മണൈവ ഹി സംസിദ്ധിമാസ്ഥിത. രണ്ട്, അന്ധകരണശുദ്ധി എന്നുള്ള അർത്ഥത്തിൽ. അത് പ്രത്യക്ഷമായിട്ട് തന്നെ പറയാം, കർമ്മം കൊണ്ടാണ് അന്ധകരണശുദ്ധി ജനകാദികൾക്ക് ഉണ്ടായത്. കർമ്മണൈവ ഹി സംസിദ്ധിമാസ്ഥിത ജനകാദയഃ. ഹേ അർജുന, നിനക്ക് അഥവാ തത്വജ്ഞാനം കിട്ടിയെങ്കിൽ, എന്നാ പിന്നെ ഞാനൊന്നും ചെയ്യണ്ടല്ലോ, അങ്ങനെ വരുന്നില്ല. ലോകസംഗ്രഹമേവാപി, ലോകത്തിന്റെ നന്മ ഉദ്ദേശിച്ച്, ലോകത്തിന്റെ കല്യാണം ലക്ഷ്യമാക്കി, ലോകത്തിന് ഉപകാരം ഉണ്ടാവാൻ വേണ്ടി ചെയ്യും. നിനക്കൊന്നും വേണ്ട, ഇറ്റ്സ് ഓക്കെ. പക്ഷെ ശരീരാദികളില്ലേ, അത് ലോകോപകാരപ്രദമായിട്ട് സമർപ്പിച്ചോളൂ. ഇവിടെ ശ്രദ്ധിക്കുക, കർത്തൃത്വ ബുദ്ധിയും ഭോക്തൃത്വ ബുദ്ധിയും. കർത്തൃത്വ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ആള് എന്നുള്ള അഭിമാനം. ഭോക്തൃത്വ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എനിക്ക് അനുഭവിക്കണം എന്നുള്ള താല്പര്യം. ഇത് രണ്ടും ഇല്ലാതെ കർമ്മം ചെയ്താൽ അതിനെ കർമ്മം എന്ന് വിളിക്കില്ല. കേട്ടില്ലേ? ലോകത്തിൽ ഒരുപാട് കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ ആരെങ്കിലുമൊക്കെ അഭിമാനിക്കുന്നുണ്ടോ? സൂര്യോദയത്തിലും സൂര്യാസ്തമയത്തിലും ആരെങ്കിലും അഭിമാനിക്കുന്നുണ്ട്? കാറ്റ് വീശുന്നിടത്ത് ആരെങ്കിലും അഭിമാനിക്കുന്നുണ്ട്? ലോകത്തിൽ നടക്കുന്ന ഭീമകർമ്മങ്ങളിലൊന്നും അവകാശികളില്ല. നമ്മളൊരു പുല്ല് പറിച്ചിട്ട്, ഞാനേ പുല്ല് പറിച്ചു, ഇങ്ങനെ നിസ്സാര കാര്യം. അതും നടക്കണമെങ്കിൽ നമ്മൾ വിചാരിച്ചാലും നടക്കില്ല, അനങ്ങില്ല. കേട്ടില്ലേ? ഒരു പുല്ല് ഉള്ളണമെങ്കിൽ വിരലിങ്ങനെ അടുത്ത് വരണ്ടേ? ഇതിന് കോടാനുകൂടി മെസ്സേജസ് പോയി വരണം. ആ നെറ്റ്വർക്കൊന്നും അപ്സെറ്റ് ആവരുത്. മാത്രമല്ല, ഈ ഒരു ഷോക്കാണ് വാസ്തവത്തിൽ മസിലിന് കിട്ടുന്നത്. മസിലിന് സങ്കോച വികാസ സാമർഥ്യമുണ്ട്. അപ്പൊ അതിന് ഒരു ഇലക്ട്രിക് ഇത് കൊടുക്കുന്ന പോലെ ചെറിയ ഷോക്ക് കൊടുക്കുകയാണ്. അപ്പൊ സങ്കോചിക്കുക. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ മടക്കാനൊക്കെ പറ്റുന്നത്. ആലോചിച്ച് നോക്കൂ, അതിന് എനർജി വേണം. കഴിച്ച ഭക്ഷണം ദഹിച്ച് അത് എനർജി റിലീസ് ചെയ്യാൻ പാകത്തിൽ മൈട്രോകോൺട്രിയയിൽ കളക്റ്റഡ് ആവണം. മനസ്സിലാവുന്നില്ലേ? എന്നിട്ടാണ് ഞാൻ പുല്ല് നുള്ളി എന്ന് പറയുന്നത്. പുല്ല് ഈ മിഥ്യാഭിമാനത്തെ അതിക്രമിക്കണം. അങ്ങനെ അതിക്രമിച്ചവര് ചെയ്യുന്നതിനെ കർമ്മം എന്ന് വിളിക്കില്ല. ജനകന്റെ കർമ്മം കർമ്മമല്ല. ഇനി ഭഗവാൻ പറയുന്നു, ഞാൻ മിണ്ടാതിരിക്കുന്നില്ല, അത് ഭഗവാന്റെ കർമ്മം കർമ്മമാണോ? അല്ല. കാമാനുസൃതമായി ഫലത്തെ നേടുന്നതിന് വേണ്ടി ചെയ്യുന്ന കർമ്മത്തെ കർമ്മം എന്ന് വിളിക്കുള്ളൂ. കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധി ഇല്ലെങ്കിൽ കർമ്മമല്ല.
ആത്മനിഷ്ഠയോടുകൂടി നിങ്ങൾ ശരീരാദികളെ അതിന്റെ പാട്ടിന് വിട്ടാൽ ജീവൻ മുക്തൻ. അവർക്ക് കർമ്മമില്ല, അവര് നൈഷ്കർമ്മികളാണ്. ശങ്കരാചാര്യ ഈ ഓടി നടന്ന് മഠങ്ങൾ സ്ഥാപിച്ചു എന്നൊക്കെ പറയാം, നൈഷ്കർമ്മിയാണ്. കാരണം ഇതൊന്നും കർമ്മമല്ല. മനസ്സിലാവുന്നില്ലേ? കർമ്മണൈവ ഹി സംസിദ്ധിമാസ്ഥിതാ ജനകാദയഃ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. ലോകസംഗ്രഹത്തിന് വേണ്ടിയെങ്കിലും അർജുന കർമ്മം ചെയ്യും. എന്തൊരു കെഞ്ചല നോക്കൂ ഭഗവാൻ നിർവഹിച്ചിട്ടുള്ളത്. നമ്മളോട് ഓരോരുത്തരുടെ പറയും, ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്യൂ, നീക്കൊന്നും വേണ്ട, സമ്മതിച്ചു. ക്ലിയർ? ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി ഭഗവാൻ പറയുകയാണ്, യദ്യദാചരതി ശ്രേഷ്ഠഃ തത്തദേവേതരോ ജനാഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ശ്രേഷ്ഠന്മാരെന്താണോ ആചരിക്കുക അതാണ് മറ്റുള്ളവർ. അതുകൊണ്ട് നിങ്ങൾ മാതൃകയായി ചെയ്യണം. അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയണം, നീ എന്നെ നോക്ക അർജുന, ഞാൻ ഒരു നിമിഷമെങ്കിലും വെറുതെ ഇരിക്കുന്ന നീ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഉജ്ജ്വലമായ കർമ്മത്തിന്റെ സന്ദേശം ഈ അധ്യായം നമുക്ക് പകർന്നു തരിക. ഓക്കെ, ചെയ്യുന്നത് പക്ഷെ എങ്ങനെ ചെയ്യണം? യജ്ഞമായിട്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ മറ്റന്നാളുമായിട്ട് നോക്കാം. ഗംഭീര ശ്ലോകങ്ങളാട്ടോ നാളെ മറ്റന്നാൾ ഒരു കൃത്യസമയത്ത് തന്നെ. ഒരു മാതൃപൂജ പരിപാടി ഒരുക്കിയിട്ടുള്ള വിവരം നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തട്ടെ. ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും.